ഇന്നൊരു ഗോൾഡൻ ഡീകോഡിങ്ങിന്റെ ദിവസമാണ്. നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് കൂലി സിനിമയുടെ പലതരത്തിലുള്ള ഡീകോഡിങ്ങളെ കുറിച്ചും പല ഹിഡൻ ഡീറ്റെയിലുകളെ കുറിച്ചും പല ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും തന്നിരിക്കുന്ന സപ്പോർട്ടിന് വേണ്ടിയിട്ടും ഒപ്പം തന്നെ നമ്മൾ പറയാതിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ടാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് റിവീൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡീകോഡിങ്ങിനകത്തേക്ക് എത്രത്തോളം ശരിയുണ്ടെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം ഒരുപാട് ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ കൂടിയിട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ കൂടി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഇത് കാണുന്ന സമയത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഉറപ്പാണ്. കാരണം നമ്മുടെ എല്ലാവരും കാഴ്ചപ്പാടില് ഈ സിനിമയിൽ വരുന്ന രജനികാന്തിന്റെ കഥാപാത്രം എന്ന് പറയുന്ന ഒരു കൂലിയാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചേക്കുന്നത് അല്ലേ. പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് വേറെ ചില മിസ്റ്ററികൾ ഈ മനുഷ്യനകത്ത് ഉണ്ടെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരുപക്ഷെ സിനിമ കാണുന്ന സമയത്ത് അതിന്റെ ഒരു ഇന്നർ കോർ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നമുക്ക് ഓരോ സീൻ ബൈ സീൻ ആയിട്ട് നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റുമോ, ഇതിൽ സീരീസ് പോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നൊരു കാര്യം ചോദിച്ചായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. എനിവേസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡീകോഡ് വീഡിയോയാണ്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. കൂലി സിനിമയുടെ ട്രെയിലറിനെ കുറിച്ച് നമ്മൾ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ടല്ലേ. പക്ഷെ നമ്മൾ പറയാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായിരുന്നു ഈ സിനിമയുടെ ഒരു പെർട്ടിക്കുലർ പോർഷൻ. കൂലി സിനിമ ഒരു പക്ക എ റേറ്റഡ് സിനിമ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പൊ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യൻ സെൻസർ ബോർഡ് ഇപ്പൊ ഈ സിനിമയെ എ റേറ്റഡ് ആയിട്ടാണ് സർട്ടിഫൈ ചെയ്തേക്കുന്നത്. പക്ഷെ ഈ സിനിമയുടെ സിംഗപ്പൂർ റിലീസിനകത്ത് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. കൂലി സിനിമയുടെ സിംഗപ്പൂർ റേറ്റിംഗ് എന്ന് പറയുന്നത്, സിംഗപ്പൂരിൽ ഈ സിനിമയുടെ സെൻസറിംഗ് കൊടുത്തേക്കുന്നത് NC-16 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്. NC-16 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നോ ചിൽഡ്രൻ അണ്ടർ 16 അലൗഡ് എന്നാണ് അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അതായത് 18+ നമ്മളിവിടെ പറയുന്ന പോലെ തന്നെ 16+ ഉള്ള ആൾക്കാർക്ക് മാത്രമാണ്, 16 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ സിനിമ കാണാനായിട്ടുള്ള അനുമതി ഉള്ളതെന്നുള്ളൊരു കാര്യം തന്നെയാണ് സിംഗപ്പൂർ ബോർഡ് ഈ സിനിമയെ സെൻസർ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടായിരിക്കും ഇതിന് NC-16 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്? കാരണം വളരെ വയലന്റ് ആയിട്ടുള്ള സിനിമയിലോട്ടാണ്, അങ്ങനത്തെ ഒരു കാറ്റഗറിയിലോട്ടാണ് ഈ സിനിമയിൽ ഒരു സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ്. ഇതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കി പോകുന്ന സമയത്താണ് ഒരു കാര്യം കൂടി കാണാനായിട്ട് പറ്റിയത്. സിംഗപ്പൂർ സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് ഇങ്ങനെ രജിസ്ട്രേഷൻ NC-16 എന്ന് പറയുന്ന രജിസ്ട്രേഷൻ കൊടുത്തേക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ സിനിമയിൽ സ്ട്രോങ് ആയിട്ടുള്ള വയലൻസും അബ്യൂസും എക്സ്പ്ലോറ്റേഷനും ഓർഗൻ ട്രാഫിക്കിങ്ങും സ്ട്രോങ് ലാംഗ്വേജും ഗ്ലാമറൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓർഗൻ ട്രാഫിക്കിംഗ് ആൻഡ് വയലൻസ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ മുൻപ് ഒരു ഡീകോഡ് വീഡിയോ ചെയ്തേക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒരു അസംഷൻ ഉണ്ട്. പൊതുവെ ഇതൊരു സയൻസ് ഫിക്ഷൻ എലമെന്റ് ആണ് ഇതിനകത്ത് കാണിച്ചു പോകാൻ പോകുന്നത് എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ശ്രുതി ഹാസിന്റെ റെഫറൻസുകളൊക്കെ വെച്ചുകൊണ്ടും പല ബോഡി റെഫറൻസുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇതൊരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ ഒരു ഓർഗൻ ട്രാഫിക്കിംഗ് ആവാനായിട്ടുള്ള ചാൻസ് എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഓർഗൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ചിട്ടാണ് ഈ സിനിമയിൽ ഒരു കാര്യമായിട്ടുള്ളൊരു സീൻ വരാനായിട്ട് പോകുന്നത് എന്നുള്ള രീതിക്കുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നേക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് സിംഗപ്പൂർ ഗവൺമെന്റ് ഈ സിനിമയ്ക്ക് NC-16 എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ കൊടുത്തേക്കുന്നത്. എനിവേസ് ഇത് വന്നാലും വന്നില്ലെങ്കിലും ഈ ഡീകോഡിംഗ് ഏകദേശം ഇന്ന് കണക്ട് ആയി വരുന്ന സമയത്ത് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി പറയണം എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡീകോഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രഡിക്ഷൻ ആണ്, അല്ലാതെ ഒരു റൈറ്ററിന്റെ പേനയെ നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ബട്ട് നമ്മളിന്ന് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കുറച്ച് ഐഡിയ കൂടി നിങ്ങൾക്ക് കിട്ടും. കൂലി സിനിമയുടെ ട്രെയിലർ നമ്മൾ കണ്ടേക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഡീകോഡ് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫ്രെയിമിനെ കുറിച്ചായിരുന്നു. ഈ ഒരു ഫ്രെയിമിനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ സത്യരാജിന്റെ കഥാപാത്രത്തിന് നമുക്ക് കാണാൻ വരുന്നുണ്ടല്ലേ. സത്യരാജിന്റെ കഥാപാത്രം എന്ന് പറയുന്ന അവരുടെ അടുത്ത് നിൽക്കുന്ന ആൾ എന്ന് പറയുന്ന ശ്രുതി ഹാസനാണ്. അതായത് പ്രീതി എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഇത് ഇവരുടെ ഒരു ഫാമിലി മൊമെന്റ് ആണെന്നൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. ഇവരുടെ ഒരു ഫാമിലി ടൈമിൽ ഇവരുടെ ഒരു എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെയാണ്, ആ ഒരു ഹാപ്പി മൊമെന്റ് ആണ് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിനുശേഷം നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഫ്രെയിമുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ശ്രുതി ഹാസനെ നമുക്ക് കാണാൻ പറ്റുന്നത് ശ്രുതി ഹാസന് മാത്രമായിട്ടാണ്. ഇവിടെ സത്യരാജിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സത്യരാജ് വേറെ എവിടെയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി ഹാസനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്ന കഥാപാത്രം എന്ന് പറയുന്നത് രജനികാന്ത് എന്നുള്ളൊരു കാര്യം കൂടി, അതായത് നമ്മുടെ ദേവ എന്ന് പറയുന്ന കഥാപാത്രമാണെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. സത്യരാജിന്റെ കഥാപാത്രം എവിടെയാണെന്നുള്ളൊരു കാര്യം വലിയൊരു ചോദ്യമാണല്ലേ. സത്യത്തില് ഈ ഒരു ഫസ്റ്റ് ഫ്രെയിമിനകത്ത് ഇവിടെ ഒരു ഫാമിലി മൊമെന്റ് കാണിക്കുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന അവരുടെ റൂഫ് ടോപ്പിലുള്ള ഒരു സീനാണ് കാണിക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സീനുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊരു ഹോസ്റ്റൽ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ശ്രുതി ഹാസൻ നിൽക്കുന്ന ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് കുറേയധികം ലേഡീസ് താമസിക്കുന്ന ഒരു ലേഡീസ് ഹോസ്റ്റൽ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഫാദറിന്റെ ഒരു മരണത്തിന് ശേഷം അല്ലെങ്കിൽ അവരുടെ ഫാദർ മരണപ്പെട്ടതിന് ശേഷം അവർ താമസിക്കുന്നത് ഒരു ഹോസ്റ്റലിലായിരിക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ വെച്ചാണ് ഒരു വലിയൊരു ഫൈറ്റ് നടക്കുന്നതും ദേവ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വന്നുകൊണ്ട് ഇവരെ രക്ഷിക്കാനായിട്ട് വരുന്നതും. പക്ഷെ ലോകേഷ് ഈ സിനിമയെ കട്ട് ചെയ്തേക്കുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു എഡിറ്ററും എടുക്കുക എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. ഭയങ്കര മിക്സ് ചെയ്തുകൊണ്ടാണ് ഇതിനെ കട്ട് ചെയ്ത് പോയിരിക്കുന്നത്. ആരും ഈ ട്രെയിലറിനെ കുറിച്ച് മനസ്സിലാക്കരുത് എന്നുള്ള രീതിക്കുള്ള ഒരു കട്ടിംഗ് ആണ് ചെയ്തു വെച്ചേക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ
ഈ ഒരു വലിയ ഫൈറ്റ് സീക്വൻസ് നടക്കുന്ന ഇവിടെ ഒരുപാടധികം ഗുണ്ടകൾ വന്നുകൊണ്ട് ഒരു ഫൈറ്റ് സീക്വൻസ് നടക്കുന്ന ഈ ഒരു ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചിക്കിട്ട് വൈബ് എന്ന് പറയുന്ന ആ ഒരു സോങ് നടക്കുന്ന അതേ സ്പോട്ടിൽ വെച്ച് തന്നെയാണ് ഈ ഒരു ഫൈറ്റ് സീക്വൻസ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഈ ചിക്കിട്ട് വൈബ് എന്ന് പറയുന്ന സോങ് കേൾക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോട്ട് ഏതായിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ട്രെയിലറിനകത്ത് വന്നേക്കുന്ന ഈ ഒരു സ്പോട്ട് കാണുന്ന സമയത്തും ചിക്കിട്ട് വൈബ് സോങ്ങിനകത്തുള്ള അവരുടെ ഏജും കാര്യങ്ങളൊക്കെ വെച്ച് കണക്ട് ചെയ്യുന്ന സമയത്തും ഇതൊരു പക്ഷേ ഇവിടെ വർക്ക് ചെയ്യുന്ന ഈ പോർട്ടിനകത്ത് വർക്ക് ചെയ്യുന്ന ജോലിക്കാരുടെ അവർ താമസിക്കുന്ന ഒരു ഹോസ്റ്റൽ ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇവിടെ ചിക്കിട്ട് വൈബ് സോങ് നടക്കുന്ന ഈ ഒരു സോങ്ങിന്റെ ലൊക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ട് ഒരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ഈ ഒരു ബോർഡിനകത്ത് ഒരുപാട് തമിഴ് ലെറ്റേഴ്സുകളും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സൂം ഇൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പൊതുവെ ഈ റെഗുലേഷൻസ് എന്നൊക്കെ പറയുന്നത് ഒരു കൂട്ടം ആൾക്കാർ താമസിക്കുന്ന ഒരു പോയിന്റിൽ ഒരു ഹോസ്റ്റൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോയിന്റുകളിൽ അവർ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളെ കുറിച്ച് കുറച്ച് റെഗുലേഷൻസുകളെ കുറിച്ചിട്ടാണ് ഇങ്ങനെ കൃത്യമായിട്ട് ഡിനോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ നമ്മൾ ഈ ഫ്രെയിമിനെ ഒന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാടധികം വണ്ടികൾ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെയുള്ള ഓരോ റൂമുകളുടെയും വാതിലുമ നമ്മളൊന്ന് നോക്കി കഴിഞ്ഞാൽ ഡോറുമ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതും ഓരോന്നുമേയും നമ്പറുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ഇതൊരു ഹോസ്റ്റൽ ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ ഹോസ്റ്റലിൽ കയറിക്കൊണ്ടാണ് ഇവിടെ വലിയ രീതിക്കുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സൗബിൻ നടന്നു വരുന്ന ഈ ഫ്രെയിമിനകത്ത് നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ താടി വെച്ചേക്കുന്ന ഇദ്ദേഹം, അതായത് നമ്മുടെ KGF സിനിമയ്ക്കകത്തൊക്കെയുള്ള ഒരാളാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് കൂലി സിനിമയുടെ ഫസ്റ്റ് അനൗൺസ്മെന്റ് വീഡിയോക്കകത്ത് ആ ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് അല്ലെങ്കിൽ ആ ഒരു വാച്ചിന്റെ ഗോൾഡ് വാച്ചുകളുടെ ആ ഒരു സ്മഗ്ലിംഗ് നടക്കുന്ന ഒരു ഏരിയയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇയാളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇയാൾ തന്നെയാണ് സൗബിന്റെ അങ്ങനത്തുള്ള ഒരാളെന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ഈ സിനിമയിൽ കാണിക്കാൻ പോകുന്നതിന്റെ ടൈറ്റിൽ കാർഡ് തുടങ്ങി മറ്റെല്ലാ കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഇതിനകത്ത് വാച്ചുമായിട്ടുള്ള ബന്ധമുള്ള കാര്യങ്ങൾ കാണിക്കുന്നുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്തും ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ച് കാണിക്കുന്ന ഒരു സിനിമയാണെന്നുള്ള കാര്യം പറയുന്ന സമയത്തും ട്രെയിലറിന്റെ വെരി ഫസ്റ്റ് ഫ്രെയിമിനകത്ത് തന്നെ നാഗാർജുന പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഒന്ന്, ഒരുത്തൻ ജനിക്കുന്ന സമയത്ത് തന്നെ അവൻ എങ്ങനെയാണ് മരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവരുടെ നെറ്റ്വർക്കിന്റെ പുറമെ മറ്റെന്തോ കാര്യങ്ങൾ കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഗോൾഡ് സ്മഗ്ലിംഗ് എല്ലാ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്നുള്ളൊരു കാര്യം നമുക്ക് ചിന്തിക്കാം. ഈ സിനിമയുടെ പല ഫ്രെയിമുകളിലും ഗോൾഡിന്റെ റെഫറൻസുകളും ഗോൾഡ് ബിസ്ക്കറ്റുകളുടെ റെഫറൻസുകളും കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതിന് പുറമെ ഈ കിങ് പിൻ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെയുള്ള കുറേയധികം ആൾക്കാരെ വെച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞേക്കുന്ന ആ ഒരു പോയിന്റ് നമുക്ക് ഒന്നും കൂടി പറയാനായിട്ട് പറ്റും. ഓർഗൻ ട്രാഫിക്കിംഗ് ഈ സിനിമയിൽ കാണിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ സിനിമയ്ക്ക് NC-16 എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ കൂടി കിട്ടിയേക്കുന്ന എന്നുള്ളൊരു കാര്യം തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. ആരുടെ ഓർഗൻസ് ആയിരിക്കും ഇവിടെ കൊണ്ടുപോവുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. സത്യത്തിൽ ഞാൻ ചിന്തിച്ചൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ഇവിടെ നാഗാർജുന പറയുന്ന ഈ ഒരു പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് ഉണ്ടായിരുന്നു, ഒരുത്തൻ ജനിക്കുന്ന സമയത്ത് തന്നെ അവന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് അവൻ എപ്പോഴാണ് മരണപ്പെടാന്നുള്ളൊരു കാര്യം, ആരുടെ കൈ കൊണ്ടാണ് മരണപ്പെടാന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നുണ്ട്. നാഗാർജുനയുടെ സൈമൺ എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്നത് വളരെയധികം വയലന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണെന്നുള്ളൊരു കാര്യം നമുക്ക് വളരെ എല്ലാ ഫ്രെയിമുകളിലും, പ്രത്യേകിച്ച് ആ ചുറ്റിക പിടിച്ച് നിൽക്കുന്ന തലയടിച്ച് പൊളിക്കുന്ന ഒരു ഷോട്ടിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ സൗബിൻ ഈ കിങ് പിൻ എന്ന് പറയുന്ന ടാങ്കറിന്റെ അല്ലെങ്കിൽ ആ ഒരു കണ്ടെയ്നറിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് എനിക്ക് വേണ്ടത് ആ ഒരു കൂലിനെ ആണെന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്റെ മനസ്സിൽ വന്നൊരു ഗസ് ആയിരുന്നു, ഇവിടെ നിൽക്കുന്ന ജോലിക്കാർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ജോലിക്കാർ തന്നെ കൊന്നുകൊണ്ട് അവരുടെ ഓർഗൻസ് ആയിരിക്കോ ഇവിടെ ഓർഗൻ ട്രാഫിക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുക എന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിച്ചു തന്നെയായിരുന്നു. കാരണം ഓർഗൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് ഒരു വലിയൊരു നെറ്റ്വർക്കാണല്ലേ, വലിയ നെറ്റ്വർക്കിലൂടെ നടക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരു വ്യക്തിയുടെ മാത്രമല്ല നടക്കുന്നത്, ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് അവിടെ കുറേയധികം ആൾക്കാർ വേണം, കുറേയധികം ബോഡീസുകൾ അവർക്ക് വേണം, കുറേ ആൾക്കാരുടെ ഓർഗൻസുകൾ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് അവരുടെ ബിസിനസ് നടക്കുള്ളൂ എന്നുള്ളൊരു കാര്യം നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഈ പോർട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരെ തന്നെ നേരത്തെ സൈമൺ പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈമണിന്റെ കൈകൊണ്ടോ അല്ലെങ്കിൽ സൈമണിന്റെ ആൾക്കാരുടെ കൈകൊണ്ടോ കൊല്ലപ്പെട്ടതിന് ശേഷം അവരുടെ ഓർഗൻസ് വെച്ചുകൊണ്ട് ഓർഗൻ ട്രാഫിക്കിംഗ് നടത്തുന്ന ഒരു പരിപാടി ആയിരിക്കുമോ ഈ സിനിമയിൽ കാണിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അങ്ങനെ ഓർഗൻ ട്രാഫിക്കിംഗ് നടത്തിയതിനു ശേഷം ആ ബോഡീനെ ഒരു തെളിവുമില്ലാതെ നശിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇതിന്റെ മറ്റൊരു ട്രെയിലറിന്റെ മറ്റൊരു ഫ്രെയിമിനകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അവിടെ നാഗാർജുനയുടെ സൈമൺ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പോർട്ടിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരിക്കോ ഈ പറയുന്ന ഡായൽ എന്ന് പറയുന്ന കഥാപാത്രം എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഇതൊക്കെ പല പോസിബിലിറ്റീസുകളാണ്, ഇങ്ങനെയും സംഭവിക്കാമെന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇങ്ങനെയും വേണമെങ്കിൽ ഈ കഥ സംഭവിക്കാം, അതിനുള്ള വ്യക്തമായുള്ള പ്രൂഫ് സഹിതമാണ് ഞാൻ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തോട്ട് ഓർഗൻ ട്രാഫിക്കിംഗ് പോലുള്ള വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ സർട്ടിഫിക്കറ്റ് ആയിട്ട് മാറാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ സെൻസർ റിപ്പോർട്ട് പുറത്തു വന്നായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അതിനെക്കുറിച്ച് കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയണം എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നി. കാരണം ഈ സിനിമയിൽ സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് പല കാര്യങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സെൻസർ റിപ്പോർട്ടിങ്ങിനകത്ത് പറയുന്ന 6 പോയിന്റുകളിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്
ഈ സിനിമയ്ക്കകത്ത് രജനീകാന്തിന്റെ 50 വർഷത്തെ ആനിമേറ്റഡ് വിഷ്വൽ കാർഡ് കൂടി ആഡ് ചെയ്തിട്ടുള്ള കാര്യം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദായലിന്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ച് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയ സിനിമയുടെ വെരി ഫസ്റ്റ് വരാൻ പോകുന്ന വില്ലൻ എന്ന് പറയുന്നത് ദായൽ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. ദായലിന്റെ കഥയിലൂടെ പിന്നീടായിരിക്കും ഈ പറയുന്ന നാഗാർജുനയുടെ ഒരു എൻട്രി വരാനായിട്ടുള്ള ചാൻസ് എനിക്ക് തോന്നുന്നു. സോ ദായലിന്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ച് ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനൊരു മ്യൂസിക് എല്ലാ ക്യാരക്ടേഴ്സിനും, ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വില്ലൻ ക്യാരക്ടേഴ്സിനും ഇതിനകത്ത് വരുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള ബീജിയം അനിരുദ്ധ സെറ്റ് ചെയ്തിരുന്നുള്ള കാര്യം അനിരുദ്ധനെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ദായലിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അതിനുശേഷമാണ് ഇവിടെ സൈമന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൈമൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അനുസരിച്ച് സൈമൺ ഒരുപാട് പേരെ ആക്രമിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഞാൻ ഒന്നുകൂടി പറയാണ്. സൈമൺ ഒരുപാട് പേരെ ആക്രമിക്കുന്ന വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ആയതുകൊണ്ട് തന്നെ ഓർഗൻ ട്രാഫിക്കിംഗ് ഒക്കെ നടക്കുമെന്നുള്ള കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും നടന്നുകൂടായില്ല എന്നുള്ളൊരു കാര്യം തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ സൈമണിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് കൂടി ആഡ് ചെയ്തുകൊണ്ട്, ഒരു റാപ്പ് സോങ് കൂടി ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ സൈമൺ ദായലിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രംഗം കൂടി ഉണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതായത് സൗമ്യന്റെ കഥാപാത്രത്തിനെ സൈമൺ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് ഏതാണ്ട് റീൽ 3-ലാണ് വരുന്നത്. അതായത് എനിക്ക് തോന്നുന്നു സിനിമയുടെ ഒരു പകുതിക്ക് മേലെ എത്തുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ രജനീകാന്തിന്റെ കഥാപാത്രം വന്ന് അവിടെയുള്ള ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താൻ വരുന്ന സമയത്ത് ഒരുപക്ഷെ ദായലിന് കിട്ടുന്ന പണിഷ്മെന്റ് ആയിരിക്കാം ഈ പറയുന്ന സൈമന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു അറ്റാക്ക് എന്നുള്ളൊരു കാര്യം നമുക്ക് ചിന്തിക്കാം. കാരണം ഇതിനകത്തുള്ള പല ഫ്രെയിമുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ദായലും രജനീകാന്തും തമ്മിൽ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള സീനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന് ശേഷമുള്ള അടുത്തൊരു സീൻ എന്ന് പറയുന്നത് ഓളി മോബ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സോങ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് സൈമൺ ഒരു പാർട്ടി എൻജോയ് ചെയ്യുന്ന ഒരു സീനായിട്ടാണ് അവിടെ കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്നത്. അവിടെ ദേവ ആൻഡ് പ്രീതി, അതായത് ദേവ എന്ന് പറയുന്ന നമ്മുടെ രജനീകാന്തിന്റെ കഥാപാത്രമാണെങ്കിലും പ്രീതി എന്ന് പറയുന്ന നമ്മുടെ ശ്രുതി ഹാസന്റെ കഥാപാത്രമാണെങ്കിലും നടന്നു പോകുന്നുണ്ടെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഒരു പോയിന്റ് എത്തിയതിനു ശേഷം സത്യരാജ് അല്ല അവിടെ ഒരു ഗാർഡിയനായിട്ട് നിൽക്കുന്നത്. അവിടെ ഒരു രക്ഷകനായിട്ട് നിൽക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് രജനീകാന്ത് ആണെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് നമ്മൾ മുൻപേ തന്നെ പറഞ്ഞായിരുന്നു ശ്രുതി ഹാസന്റെ കഥാപാത്രം ഒരുപാട് ബോഡികളെ ഇങ്ങനെ കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ഒരുപാട് ബോഡികളെ പല ഡ്രസ്സുകൾ ഇട്ടിട്ട് പല സീനുകളിലായിട്ട് ഇങ്ങനെ ബോഡികളെ കൊണ്ടുപോകുന്നത് ഈ ട്രെയിലറിനകത്ത് കൃത്യമായിട്ട് കാണിച്ചു പോയിട്ടുണ്ട്. സോ ഒരു കാലഘട്ടത്തിൽ ഈ ബോഡികളെല്ലാം കൊന്നൊടുക്കാനായിട്ടും അല്ലെങ്കിൽ ആ ഒരു ഓർഗൻ ട്രാഫിക് നടത്തുന്ന സമയത്ത് അവരുടെ സൈമന്റെ ഭാഗത്ത് നിന്നിരുന്നൊരു കഥാപാത്രമായിരുന്നോ ഈ ശ്രുതിഹാസിന്റെ കഥാപാത്രം എന്നുള്ളൊരു കാര്യം അറിയില്ല. അതിൽ നിന്ന് ശ്രുതിഹാസിന്റെ കഥാപാത്രത്തിനെ രക്ഷപ്പെടുത്തുന്ന ഒരാളായിട്ടായിരിക്കും രജനീകാന്ത് വരാന്നുള്ളൊരു കാര്യം. ഇതൊക്കെ ഒരു എന്റേതായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാമെന്നുള്ളൊരു കാര്യത്തിനാണ് ഞാൻ പറഞ്ഞു വന്നത്. എനിവേസ് ഒരു പോയിന്റത്തിന് ശേഷം ഇവിടെ ദേവാൻ പ്രീതി എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഇവിടെ ഒരു റിട്ടാലിയേഷൻ നടത്തുന്നതെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു റാപ്പ് സോങ് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറയുന്ന സോങ് ആഡ് ചെയ്തുകൊണ്ട് ദേവ റൗഡീസിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സീൻ തന്നെയാണ് കാണിക്കുന്നത്. അതാണ് നമ്മൾ ഈ ഒരു ഹോസ്റ്റലിനകത്ത് വെച്ച് കാണിച്ചിരിക്കുന്ന ഈ രംഗാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ടീം താമസിക്കുന്ന ഇവരുടെ ഈ ചിട്ട് വൈബ് നടക്കുന്ന ഈ ഒരു ലൊക്കേഷനിൽ വെച്ച് നടക്കുന്ന ഈ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും കൃത്യമായിട്ട് ഡിനോട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അവിടെ വെച്ച ഒരു ലേഡി മറ്റ് കുറച്ച് ആൾക്കാരെ കൊല്ലുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ ലേഡി എന്ന് പറയുന്നത് ശ്രുതിഹാസൻ ആയിരിക്കുമോ എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചു. കാരണം ഇതുവരെ വന്നേക്കുന്ന അപ്ഡേറ്റുകളിന് ഈ സിനിമയ്ക്കകത്തുനിന്ന് നമുക്ക് ആകെ കാണാൻ പറ്റുന്ന ഒരു ലേഡി കഥാപാത്രം എന്ന് പറയുന്നത് ഒന്ന് ശ്രുതിഹാസന്റെ കഥാപാത്രം, പിന്നെ മോണിക്ക എന്ന് പറയുന്ന അതിനകത്ത് വന്നേക്കുന്ന നമ്മുടെ പൂജ ഹെഡ്ഗെ എന്ന് പറയുന്ന അവരുടെ രണ്ടുപേരും മാത്രമാണ് അതിനകത്ത് ലേഡി കഥാപാത്രങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. മോണിക്ക സോങ് എന്ന് പറയുന്നത് പ്യുവർലി ഒരു ബിസിനസ്സിന് വേണ്ടി ചെയ്തേക്കുന്ന ഒരു സോങ് എന്നുള്ളൊരു കാര്യം ലൊക്കേഷനെ കൺഫേം ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ സിനിമയ്ക്കകത്ത് ഈ പാട്ട് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം അറിയില്ല. ഉണ്ടായാൽ പോലും അത് ഈ സിനിമയ്ക്ക് ഒരു വലിയ റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല, അല്ലെങ്കിൽ ആ കഥാപാത്രം അതിന്റെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. അവർ വന്നു പോകും എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ശ്രുതിഹാസൻ തന്നെയായിരിക്കും ഇവിടെ ഒരു ആക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. എനിവേസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു സയൻസ് ഫിക്ഷൻ എന്നുള്ളതിന്റെ അപ്പുറത്തോട്ട് ഇത് അങ്ങനെയുള്ള ഒരു പരിപാടിയായിട്ടല്ല. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ചാൻസുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ വാച്ച് വെച്ചുകൊണ്ടുള്ള സയൻസ് ഫിക്ഷൻ എലമെന്റുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി കടത്തി വിട്ടുകൊണ്ട് ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഓരോ ഇന്റർപ്രിറ്റേഷൻ ഉണ്ട്, ഓരോ സ്റ്റോറി രീതികളുണ്ട്. പല ആൾക്കാർക്ക് പല റെഫറൻസുകൾ പറയുന്നതായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായുള്ള ഒരു ഭംഗിയുണ്ട് താനും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ രീതി അനുസരിച്ച് ഇത് മോർ ദാൻ എ സയൻസ് ഫിക്ഷൻ, ഇതൊരു പക്ക ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സിനിമ. അതിനകത്ത് സംഭവിക്കുന്ന കുറച്ച് ഇൻസിഡൻസുകൾ അവർക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇവിടെ ദേവയുടെ കഥാപാത്രം വരുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. ആൻഡ് ദേവയുടെ കഥാപാത്രം ഒരു ഹോസ്റ്റൽ വാർഡൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ പഴയ രജനീകാന്ത് ആയിരുന്ന സമയത്ത്, പഴയ ദേവ എന്ന് പറയുന്ന കഥാപാത്രമായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു കൂലിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നിട്ടാവാം. അവിടെ ഒരു വലിയ യൂണിയൻ ഉണ്ടായിരുന്ന ആ യൂണിയന്റെ മെയിൻ തലവനായിട്ട് നിന്നായിരുന്ന ഒരാളായിരിക്കും ദേവ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് പുതിയൊരു കാലഘട്ടത്തിലോട്ട് കുറേ 30 വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഹൈഡായതിനു ശേഷം തിരിച്ചു വരുന്ന സമയത്ത് പുതിയൊരു ഐഡന്റിറ്റിയിൽ ഒരു ഹോസ്റ്റൽ വാർഡനായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ദേവയുടെ കഥാപാത്രം എന്ന് പറയുന്നത്. കാരണം പല ഫ്രെയിമുകൾ കാണുന്ന സമയത്ത് ഇയാൾ അവിടുത്തെ ഓളിനോളാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ഒരു മ്യൂള് പോലെ, അതായത് സൈമണെതിരെ പ്രതികരിക്കാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചടിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ കൂടെ തന്നെ ചേർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് മാറുന്ന, അല്ലെങ്കിൽ
അവരെ തീർക്കാനായിട്ട് അവരുടെ കൂടെ തന്നെ കൂലിയായിട്ട് ജോലി ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ട് ഇവിടെ രജനികാന്ത് മാറുന്നൊരു കാര്യം അറിയില്ല. കാരണം ഈ ഒരു ഫ്രെയിമിനകത്ത് നോക്കി കഴിഞ്ഞാൽ വലിയൊരു ചരക്ക് ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോകുന്ന ഒരു ഷോട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. സോ സൈമൺ ആരാണ്, ഈ നെറ്റ്വർക്ക് ആരാണെന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കാനായിട്ടും ഇവർക്ക് പറ്റിയേക്കുന്ന ഒരു ഇൻസിഡന്റിനുള്ള റിവഞ്ച് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടും രജനികാന്തിന്റെ കഥാപാത്രം അവർക്കെതിരെ തിരിച്ചടിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഇതിനകത്ത് കൂലിയായിട്ട് ഇദ്ദേഹം വീണ്ടും അവതരിക്കുക എന്നുള്ളൊരു കാര്യം അറിയില്ല. എനിവേസ് ഇവിടെയുള്ള ഒരു സീൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ സിനിമയുടെ ഈ ട്രെയിലറിന്റെ അവസാന പോയിന്റിലുള്ള ഒരു സീൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഒരു പാർട്ടി മൂഡാണെന്ന് കാണാൻ സാധിക്കുന്നത്. ആൻഡ് കുറേയധികം ഗ്ലാസുകൾ മറ്റൊക്കെ വെച്ചേക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്ലാസുകളൊക്കെ പൊട്ടിത്തെറിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു സെയിം ഷോട്ട് തന്നെയാണ് ആക്ച്വലി ആമീർ ഖാൻ വരുന്ന സമയത്ത് ആ ഒരു ഹെലികോപ്റ്റർ ഷോട്ടിൽ നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേ തന്നെ ലൊക്കേഷനും ഇതേ തന്നെ പോയിന്റിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻസിഡന്റ് നടന്നേക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ട്രക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ രജനികാന്തിന്റെ കൂടെ വരുന്നൊരു കഥാപാത്രമായിരിക്കും, അല്ലെങ്കിൽ രജനികാന്തിന് വേണ്ടി അടിക്കാൻ വരുന്നൊരു കഥാപാത്രമായിരിക്കും ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ എന്ന് പറയുന്ന സമയത്ത് ആമീർ ഖാന്റെ ഒരു എൻട്രി എന്നുള്ളൊരു കാര്യമൊക്കെ കണ്ടറിയാനായിട്ട് ഭയങ്കര ഒരുപാട് പെർസ്പെക്റ്റീവിൽ വേണമെങ്കിൽ കഥനെ നമുക്ക് വളച്ചൊടിക്കാം എന്നുള്ളൊരു കാര്യം കൂടി സിനിമയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അതാണ് ഏതൊരു സിനിമയുടെയും അല്ലെങ്കിൽ ഏതൊരു സ്റ്റോറി ലൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പറയാനായിട്ടൊരു കഥയുണ്ടാവും, എനിക്ക് പറയാനായിട്ടൊരു കഥയുണ്ടാവും. പക്ഷെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കഥയും സംഭവിക്കാം എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഞാൻ പറയാമെന്നൊരു പോയിന്റ് എന്ന് പറയുന്നത്. എനിവേസ് കൂലി സിനിമ ഇറങ്ങാനായിട്ട് ഇനി 2 ദിവസങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളൂ. ആക്ച്വലി 48 hours ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെ പറയാം. സോ ഞാൻ FTFS ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ബുക്ക് ചെയ്തോ, എന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്നുള്ളൊരു കാര്യം, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂലി സിനിമ ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്തും ഈ സിനിമയെ LCയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പല രീതിക്കുള്ള സ്റ്റോറി ലൈനുകളും അല്ലെങ്കിൽ ഡിസ്കഷൻസുകളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വേണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാനായിട്ടുള്ള പല ത്രെഡുകളും വിക്രമിനാഥിനെ കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്ന സമയത്തും അടുത്തായിട്ട് ഇറങ്ങാൻ പോകുന്ന ബെൻസ് എന്ന് പറയുന്ന മൂവി എന്ന് പറയുന്നത് പക്ക LC സിനിമ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി ടീം തന്നെ കൺഫേം ചെയ്ത് കഴിഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ കൂലി സിനിമയിൽ നിങ്ങൾ കണ്ടേക്കുന്ന ഒരു ഫ്രെയിം തന്നെ നിങ്ങളൊരു പക്ഷെ ബെൻസിലും കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഒരുപാട് ഇനി ഡീകോഡ് ചെയ്യാനായിട്ടുണ്ട്. കാരണം ഇത് വളഞ്ഞു തിരിഞ്ഞായപ്പോൾ ഇടയ്ക്കെങ്കിലും ഇതൊരു LCU കണക്ട് ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻ ദ ഫ്യൂച്ചർ വീഡിയോസുകൾ ഇനി വരുന്ന തന്നെയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ച് വെച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നമുക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.